ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുതിയ ടൈപ്സ് ഡോണറ്റ്സ് റെസിപ്പിയാണ്, റിയറി ഡോണറ്റ്സ്. അപ്പോൾ അത് ക്രീം ചീസ് തേച്ചിട്ടുള്ളൊരു ഡോണറ്റ്സ് ആണ്. അടിപൊളി ടേസ്റ്റാണ്. ഇത് നമ്മൾ ബ്ലാക്ക് കോഫിയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല സൂപ്പറാട്ടോ. അപ്പോൾ അതങ്ങനെ വീട്ടിൽ ഉണ്ടാക്കുന്ന നോക്കാം. അപ്പോൾ അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോയത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഡോ ഉണ്ടാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാക്കുന്ന ഒരു 1.5 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു മുട്ടയും ഇട്ട് കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലെ മുട്ട എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു മുട്ടയാണ് 2 കപ്പ് മൈദക്ക് എടുത്തത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പാലാണ് ഞാൻ ഇങ്ങനെ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇളം ചൂടുള്ള പാലെടുക്കുക കേട്ടോ, മിൽക്ക്. അപ്പോൾ എന്നാൽ ഞാനിതാ കുറച്ച് മിൽക്ക് ആദ്യം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്നിങ്ങനെ കുഴച്ചെടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ വെനില എസൻസ് ഇടാൻ മറന്നുപോയി, 1 ടീസ്പൂൺ വെനില എസൻസ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. ഒന്ന് കുഴഞ്ഞ് വരുന്ന ടൈമിന് നമുക്കിതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ആഡ് ചെയ്യണം കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ട് നമുക്കിതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ ഡോ ഒന്ന് നന്നായിട്ട് പൊങ്ങി വരണം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ 1/2 കപ്പ് പാലതിനെടുത്തത്, അത് ഫുള്ള് ഇതിലേക്ക് ഇപ്പോൾ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബട്ടറാട്ടോ. ബട്ടർ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊങ്ങാൻ വെക്കുക. നല്ല ചൂടുള്ള ടൈമാണ്, അപ്പോൾ അതുകൊണ്ട് എൻ്റെ പെട്ടെന്ന് പൊങ്ങി വന്നോളൂ. 1 മണിക്കൂർ കൊണ്ട് പൊങ്ങി വരും കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള മാവ് അത് കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കണം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം സാദാ പഞ്ചസാര ഇട്ട് കൊടുക്കുക, നമ്മളെ വൈറ്റ് ഷുഗർ. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബ്രൗൺ ഷുഗറാണ്. ബ്രൗൺ ഷുഗർ ഒരു 3 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടും ഒരേ അളവിലെടുക്കുക. 3 ടേബിൾ സ്പൂൺ വൈറ്റ് ഷുഗർ ആണെങ്കിൽ 3 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ എടുക്കുക. അങ്ങനെ എടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ നല്ല ബ്ലാക്ക് കളറുള്ള അതുകൊണ്ട് ആണ് ഞാൻ ഇങ്ങനെ എടുത്തത്. നിങ്ങളത് ലൈറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ ആ ലൈറ്റ് ആയിട്ടുള്ള കളറുള്ള തന്നെ എടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ സിന്നമൺ പൗഡർ ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടറും ആണ് ഇട്ട് കൊടുത്തത്, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. നന്നായിട്ട് ഈ പഞ്ചസാരയും ബട്ടറും നമ്മൾ ആ സിന്നമൺ പൗഡറും എല്ലാം നന്നായിട്ട് മിക്സാക്കി ഈ രീതിയിലായി കിട്ടും കണ്ടോ. ഞാൻ പറഞ്ഞല്ലോ, ബ്രൗൺ ഷുഗർ ഒരു ലൈറ്റ് കളറിലാണെങ്കിൽ നിങ്ങളത് മാത്രം ഒരു 6 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഡാർക്ക് കളറായത് കൊണ്ടാണ് ഞാനിപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ മിക്സാക്കി എടുത്തത് കേട്ടോ, വൈറ്റും ബ്രൗൺ കൂടിയും. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി ഇത് മാറ്റി വെക്കുക. ഇനി നമ്മളെ ഡോ ഒന്ന് നമുക്ക് പരത്തിയെടുക്കണം. അപ്പം ഞാനെന്താ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുറച്ച് പൊടി ഇട്ടിട്ട് ഇതൊന്നും ആദ്യം നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചെടുത്തിട്ട് ഞാനിത് ഇപ്പോൾ ഒന്ന് പരത്തിയെടുക്കുകയാണ്. നമ്മളിപ്പോൾ ഡോണറ്റ്സിൻ്റെ രീതിയിൽ ആക്കിയെടുക്കുമ്പോൾ നമുക്ക് പരത്തിയിട്ട് കട്ട് ചെയ്യണ്ടേ. ഇത് റോൾ ചെയ്തിട്ട് കട്ട് ചെയ്യാൻ വേണ്ടത് കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ളൊരു സംഭവം കേട്ടോ. തവണ നിങ്ങൾ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കും. ഞാനിതൊരു കടയിൽ നിന്ന് കഴിച്ചിട്ട് അങ്ങനെ ഞാൻ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാൻ എന്താ പരത്തിയെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് നമുക്ക് പരത്തിയെടുക്കുക. സിന്നമൺ റോൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതേ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. സിന്നമൺ റോൾ കഴിച്ചവരുണ്ടെങ്കിൽ അതേ ഒരു മെത്തേഡാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ അത് ബട്ടറും പഞ്ചസാരയും മെൽട്ടാക്കി അങ്ങനെ മിക്സാക്കി വെച്ചില്ലേ, അത് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ രീതിയിൽ പരത്തിയിട്ട് ഇങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതാ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക കണ്ടോ. റോൾ ചെയ്തെടുത്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്തും കഴിക്കുക. ഞാനിപ്പോൾ പൊരിച്ചിട്ടാണ് എടുക്കുന്നത്, എണ്ണയിൽ പൊരിച്ചാണ് എടുക്കുന്നത് കേട്ടോ. ബേക്ക് ചെയ്തെടുക്കുമ്പോൾ എണ്ണ അല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും. ഇത് സാധാരണ റിയറി റോള് ഇങ്ങനെ പൊരിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് നമ്മളൊരു നൂല് കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. നൂല് കൊണ്ട് അങ്ങനെ കട്ട് ചെയ്താൽ, അതില്ലെങ്കിൽ കത്തിയാലും മതി. നമ്മളിപ്പോൾ അങ്ങനെ നൂല് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ കേട്ടോ. അങ്ങനെ എല്ലാം ഒരേ കറക്റ്റ് അളവിനിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു 15-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ്. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നമ്മളെ മാവ് ആ പൊങ്ങിയതൊക്കെ താന്നു ഉണ്ടാവില്ല, പരന്നതൊക്കെ ഒന്ന് പൊങ്ങി വരും. അത്രയും നേരം വെച്ചാൽ കുറച്ചുകൂടി നന്നിട്ടോ. ഞാനിപ്പോൾ അപ്പം തന്നെ ഇത് വേഗം ഞാൻ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല. റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഒന്നുകൂടി നമുക്കതൊരു ഫ്ലഫി ആയിട്ട് നല്ലൊരു ബണ്ണ് പോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇങ്ങനത്തെ ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഒന്നുകൂടി ഒന്ന് പരന്ന് കിട്ടിയിട്ടുണ്ട്.
എല്ലാം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഞാനിപ്പോൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ. അതിലിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 6 ഇങ്ങനെ പൊരിച്ചെടുത്തതാണ്. ബാക്കിയൊക്കെ ഞാൻ ഓവനിലിട്ട് ബേക്ക് ചെയ്തെടുത്തതാട്ടോ. അത് ഞാൻ കാണിച്ചിട്ടില്ല. ഞാനിപ്പോൾ 6 ഇങ്ങനെ ഒന്ന് പൊരിച്ചിട്ടുണ്ടാക്കുന്നതാണ് റിയറി ഡോണറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. അപ്പോൾ ബേക്ക് ചെയ്യുന്നൊരു ടേസ്റ്റാണ് വരിക കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പൊരിച്ചെടുക്കുകയാണ്. നമ്മളെ ഡോണറ്റ്സ് നന്നായിട്ട് പൊരിഞ്ഞ് വരുന്നുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കണം കേട്ടോ, അല്ലാതെ ഉള്ളു വേവില്ല. അപ്പോൾ അതും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു റോള് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതും ഇങ്ങനെ തന്നെ പൊരിച്ചെടുക്കുക കേട്ടോ. ശ്രദ്ധിക്കുക, തീ കൂടിപ്പോവരുത്. കൂടിപ്പോയാലും മോൾ ഭാഗം കരിഞ്ഞു പോയിട്ട് ഉൾഭാഗം നമുക്ക് വേവാതെ കിട്ടും കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ഓരോരോ റോള് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാനങ്ങനെ ബ്ലൂബെറി, ഞാൻ പറഞ്ഞില്ലേ ബ്ലൂബെറിൻ്റെ ഫില്ലിങ് കൊടുക്കുന്നുണ്ടെന്ന്, അതിന് വേണ്ടിയിട്ടുള്ളൊരു ക്രീം ഉണ്ടാക്കിയെടുക്കുകയാണ്. എൻ്റെ കയ്യിൽ കുറച്ച് ബ്ലൂബെറി ഉണ്ടായിരുന്നു. അപ്പോൾ അതാ അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കുറുകി വരുന്ന ആ ടൈം ഉണ്ടല്ലോ, അപ്പം 1 ടീസ്പൂണ് കോൺഫ്ലവർ ഇല്ലേ, കോൺഫ്ലവർ ഒന്ന് ലേശം വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല കട്ടിയിൽ കിട്ടും. നമുക്ക് ജാമിൻ്റെ ഒക്കെ രീതിയിൽ നമുക്കത് ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. ബ്രെഡിലൊക്കെ തേച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മളെ ബ്ലൂബെറിൻ്റെ ക്രീം ഞാൻ അങ്ങനെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മളൊന്നിങ്ങനെ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സംഭവം വേണം. ഇതാണ് കുറച്ച് കണ്ടൻസ് മിൽക്കും 1 ടീസ്പൂൺ ബട്ടറും കുറച്ച് പാലും, 1/2 ടീസ്പൂണൊറ്റ പാല് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ പൗഡർ ഷുഗർ എടുക്കുക. എന്നിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ആ ബട്ടറോട്ട് മിക്സ് ആക്കി എടുത്താൽ കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ ഇതിൻ്റെ മോൾ ഭാഗം ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക കണ്ടോ. ഈ രീതിയിലൊന്ന് പൊരിച്ചതൊക്കെ ഒന്നെടുത്ത് ഞാൻ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ നടുവിൽ നമുക്ക് ക്രീം ചീസില്ലേ അത് പുരട്ടി കൊടുത്ത് കഴിക്കാം. അല്ലെങ്കിൽ ക്രീം ചീസിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ച ബ്ലൂബെറിൻ്റെ ആ ജാമില്ലേ അതും പുരട്ടിയിട്ട് കഴിക്കട്ടോ. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ബ്ലൂബെറിൻ്റെ ജാം കഴിക്കുന്നവർക്ക് ഒരു പുളിയും ക്രീമിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി വരുമ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് മാത്രം വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ക്രീം വെച്ചിട്ട് മാത്രം കഴിക്കാൻ അങ്ങനെയും കഴിക്കാം. ക്രീമിന് ഇപ്പം ഞാൻ ഇത് കണ്ടൻസ് മിൽക്കൊന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ക്രീമിന് മധുരം വേണമെങ്കിൽ കുറച്ച് കണ്ടൻസ് മിൽക്ക് അതിലിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ക്രീം മാത്രം വെച്ചിട്ട് കഴിക്കട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ 2 രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്ലൂബെറി വെച്ചിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ നമ്മൾ ക്രീം ചീസ് മാത്രം വെച്ചിട്ടും കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഈ രീതിയിലൊന്ന് ഡോണറ്റ്സ് ഉണ്ടാക്കി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ റിയറി ഡോണറ്റ്സ് ടേസ്റ്റ് സൂപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ പിന്നെ ബ്ലൂബെറി ഇഷ്ടമില്ലാത്തവർക്ക് നമ്മൾ ഇത് മാത്രം തേച്ചിട്ട് ക്രീം ചീസ് മാത്രം തേച്ച് കഴിക്കുന്നത് അടിപൊളിയാട്ടോ. ഇത് നിങ്ങൾ ബ്ലാക്ക് കോഫിയിൽ ഡിപ്പ് ചെയ്ത് കഴിച്ച് നോക്കണ്ടി, അത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ കഴിച്ച കടയിൽ നിന്ന് കിട്ടിയത്. ബ്ലാക്ക് കോഫീൻ്റെ കൂടെ അങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കാനാണ് അവിടെ തരുന്നത്. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാം നിങ്ങൾ ഹെൽത്തി ആയിട്ട് കഴിക്കേണ്ടവർക്ക് ഓവനിൽ ബേക്ക് ചെയ്ത് കഴിക്കട്ടോ. ഞാനിപ്പോൾ അങ്ങനെ പൊരിച്ചെടുത്തിട്ടാണ് നമ്മളങ്ങനെ കഴിച്ചത്. അതേ രീതിയിൽ ട്രൈ ചെയ്തതാണ്. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ എഴുതി അറിയിക്കുക. എൻ്റെ മറ്റ് റെസിപ്പികളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ല നല്ല റെസിപ്പി ആയിട്ട് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.